ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് തമ്പുരാൻ നമ്മോട് അരുളി ചെയ്യുന്ന വചനം ഇതാണ്: കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. നിൻ്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത്ര മനോഹരമായൊരു വാഗ്ദാനം തമ്പുരാൻ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും നാം വെറുതെ ആണെങ്കിലും ആകുലപ്പെടും. നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനനം പോലും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ നടന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ തമ്പുരാൻ്റെ വലിയ കരങ്ങളുണ്ട്. കുഞ്ഞുനാളിൽ നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചതും നമുക്ക് ഭക്ഷണം ലഭിച്ചതും നമുക്ക് വസ്ത്രം ലഭിച്ചതുമെല്ലാം ആരുടെയോ കാരുണ്യമാണ്. അപ്പോൾ ഒന്നും നമ്മുടെ കൈപ്പിടിയിലില്ല. എല്ലാം തമ്പുരാൻ്റെ കാരുണ്യം മാത്രമാണ്. നാം വെറുതെ ടെൻഷൻ അടിക്കുക, സ്ട്രെസ് ചെയ്യുക, ഒന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ലഭിച്ചത് എന്താണോ അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒരു വാഹനമുണ്ടെങ്കിൽ, സഞ്ചരിക്കാനൊരു വാഹനമുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. കാരണം ഒരു വാഹനമില്ലാത്ത എത്രയോ പേരുടെ സ്വപ്നമാണ് നമ്മുടെ വാഹനം. അതുപോലെ നമുക്ക് വസിക്കാനൊരു ഭവനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. കാരണം ഭവനമില്ലാത്ത എത്രയോ പേർ കടത്തിണ്ണങ്ങളിലും വഴിയോരങ്ങളിലും കിടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് എല്ലാ അംഗങ്ങളോടും കൂടിയുള്ള ഒരു ശരീരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതിന് നന്ദി പറയുക. കാരണം കൈയില്ലാത്തവർ, കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ എത്ര പേരുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ കണ്ണും കൈയും കാലുമൊക്കെ. സ്നേഹമുള്ളവരെ, ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകുകയില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം നന്ദി പറയുന്നത് തമ്പുരാന് വലിയ ഇഷ്ടമാണ്. ഒരിക്കൽ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി വിട്ടു, എങ്കിൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞത്. അപ്പോൾ തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ബാക്കി ഞാൻ 10 പേരെയാണല്ലോ സുഖപ്പെടുത്തിയത്, ബാക്കി 9 പേർ എവിടെയെന്ന്. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തോടു കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളതിന്, നമുക്ക് ദൈവം തന്നിട്ടുള്ളതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് തമ്പുരാനോട് നന്ദിയുള്ളവരായിരിക്കാം. വചനത്തിൻ്റെ വലിയ അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.